ഏപ്രിൽ പകുതിയോടെ കേരള രാഷ്ട്രീയ രംഗത്ത് ഒരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടു. പൗരത്വ ഭേദഗതി വിഷയത്തിൽ വേണ്ടത്ര ഗൗരവമായി ഇടപെടൽ നടത്താൻ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും തയ്യാറായില്ലെന്ന ഒരാക്ഷേപം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ പിണറായി വിജയൻ ഉന്നയിച്ചു. മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ രാഹുലും രംഗത്തെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തിനാണ് തന്നെ വിമർശിക്കുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. മുഖ്യമന്ത്രിയുടെ വിമർശനത്തെ ന്യായീകരിച്ചുകൊണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് രംഗത്ത് വന്നു. രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ സ്പോൺസർഡ് പ്രോഗ്രാം പോലെ ബിജെപി ഗവൺമെന്റ് ഇസ്ലാമോഫോബിയ നടപ്പാക്കുന്നു. മുസ്ലിം സമം തീവ്രവാദം എന്നാണ് പ്രചാരണം. വയനാട്ടിൽ മുസ്ലിം ലീഗിന്റെ വോട്ട് മതി, പച്ചക്കൊടി വേണ്ട എന്നാണ് കോൺഗ്രസ് നിലപാട്. ഇത് എന്ത് നിലപാടാണെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കണം. ഇങ്ങനെയാണെങ്കിൽ നാളെ UDFന്റെ പ്രകടനത്തിൽ നീണ്ട താടി വെച്ച് വരുന്നവരോട് നിങ്ങൾ പോയി താടി വടിച്ചിട്ട് വന്ന് പ്രകടനത്തിൽ പങ്കെടുത്താൽ മതിയെന്നും വെള്ളത്തൊപ്പി ധരിച്ചു വരുന്നവരോട് തൊപ്പി മാറ്റി വരാനും പറയില്ലേ എന്നുകൂടി റിയാസ് ആരോപിക്കുന്നുണ്ട്. തൊട്ടുടനെ തന്നെ റിയാസിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തിരിച്ചടിച്ചു. കേരളത്തിൽ ഇസ്ലാമോഫോബിയ വളർത്തിയതിൽ CPMന്റെ പങ്ക് തന്നെ കൊണ്ട് പറയിപ്പിക്കരുതെന്നായിരുന്നു VD സതീശന്റെ മറുപടി. 1987 ഏക സിവിൽ കോഡ് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടത് ആരാണ്? CAA സമരത്തിനെതിരായ കേസുകൾ പിൻവലിക്കാൻ പിണറായി സർക്കാർ തയ്യാറാകാത്തത് BJPയെ പ്രീണിപ്പിക്കുന്നതിനു വേണ്ടിയാണോ? അഹമ്മദ് കേന്ദ്രമന്ത്രിയായപ്പോൾ മതേതര ഭാരതത്തിന്റെ ചങ്കിലേറ്റ കുത്തെന്നാണ് VS അച്യുതാനന്ദൻ പറഞ്ഞത്. വേങ്ങര തെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടി ജയിച്ചപ്പോൾ മലപ്പുറത്തിന്റേത് വർഗീയ മനസ്സെന്നാണ് പിണറായി മന്ത്രിസഭയിലെ അംഗമായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് എന്നിങ്ങനെയുള്ള ആരോപണങ്ങളായിരുന്നു സതീശൻ ഉന്നയിച്ചത്. രണ്ട് വിഭാഗവും പരസ്പരം ഇസ്ലാമോഫോബിയ ആരോപിക്കുന്നതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇസ്ലാമോഫോബിയ ഒരു യാഥാർത്ഥ്യമാണെന്നതിൽ ഇരു കൂട്ടർക്കും സംശയമില്ല. പക്ഷേ അതിന്റെ അർത്ഥത്തെക്കുറിച്ച് തീർച്ചയില്ല എന്ന് മാത്രം. വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ നിന്ന് പച്ചക്കൊടി ഒഴിവാക്കിയതിനെ സ്വതന്ത്രമായ തീരുമാനമെടുക്കാനുള്ള തങ്ങളുടെ അവകാശവുമായാണ് VD സതീശൻ ബന്ധപ്പെടുത്തുന്നത്. മുസ്ലിം ലീഗിന്റെ പാർട്ടി സൂചനകൾ റാലിയിൽ നിന്ന് ഒഴിവാക്കുന്നതിലൂടെ വടക്കേ ഇന്ത്യയിൽ ഉണ്ടാവാനിടയുള്ള ആരോപണങ്ങളെ ചെറുക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. കഴിഞ്ഞ തവണയുണ്ടായ അനുഭവത്തെ മുൻനിർത്തിയായിരിക്കണം ഇത്തരമൊരു തീരുമാനമെടുത്തത്. ഇസ്ലാമോഫോബിക് ആരോപണങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന ഈ രീതി ഇസ്ലാമോഫോബിയുടെ മറ്റൊരു പ്രകാശനമാണെന്ന് പറയാതിരിക്കാനാവില്ല. കാരണം ഹിന്ദു ചിഹ്നങ്ങൾ എടുത്തണിഞ്ഞും രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ വിശ്വാസ പൈതൃകം അവകാശപ്പെട്ടും രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസുകാരുടെ ശ്രമങ്ങൾക്കിടയിലാണ് ഇതും സംഭവിക്കുന്നത് എന്നത് തന്നെ. മുസ്ലിം ലീഗിന്റെ പതാക മറച്ചുപിടിച്ചതിനെ വിമർശിക്കുന്ന മന്ത്രി റിയാസിന്റെ പാർട്ടി നിലപാട് ഒന്ന് പരിശോധിക്കാം. റെഡ് ബോയ്സ് UAE എന്ന ഒരു ഇടത് അനുകൂല ഫേസ്ബുക്ക് പേജിൽ ഷാഫി പറമ്പിലിനെതിരെ ഒരു പോസ്റ്റ് ഉണ്ട്. ഇയാൾ മത്സരിക്കുന്നത് വടകരയിലാണോ അതോ പാകിസ്ഥാനിലോ എന്ന കുറിപ്പോടെ ഷാഫിയുടെ ഒരു തെരഞ്ഞെടുപ്പ് റാലി ചിത്രമാണ് അതിൽ നൽകിയിരിക്കുന്നത്. ചിത്രത്തിൽ ഷാഫിക്ക് ചുറ്റും പച്ച പതാകകൾ വീശുന്നതും കാണാം. ഇതിനോടുള്ള പ്രതികരണമായി വടകരയിൽ ഷാഫിയെ സ്വീകരിക്കാൻ ലീഗിന്റെ പതാക പിടിച്ചപ്പോൾ വടകര പാകിസ്ഥാനിലാണോ എന്ന് ചോദിച്ചവർ വയനാട്ടിൽ ലീഗിന്റെ പതാക കാണാത്തതിൽ വേവലാതിപ്പെടുന്നുവെന്ന് മുൻ മന്ത്രിയും ലീഗ് നേതാവുമായ MK മുനീർ പരിഹസിച്ചിരുന്നു. ഇടതുപക്ഷത്തിന്റെയും സംഘപരിവാറിന്റെയും ചോദ്യങ്ങൾ ഒന്നാണെന്നായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. 2019 പൊതു തെരഞ്ഞെടുപ്പ് കാലത്ത് ലീഗിന്റെ പച്ചക്കൊടിക്കെതിരെ BJP നേതാവ് അമിത്ഷായും രംഗത്തെത്തിയിരുന്നു. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ പരിപാടി കണ്ടാൽ ഇന്ത്യയിലാണോ പാകിസ്ഥാനിലാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ലെന്നായിരുന്നു അമിത്ഷായുടെ പരിഹാസം. നാഗ്പൂരിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് അമിത്ഷാ വയനാടിനെ പാകിസ്ഥാനോട് ഉപമിച്ചത്. അതുകൊണ്ട് തന്നെ ഇക്കൊല്ലം തുടർ റാലികളിൽ നിന്ന് പച്ച പതാക ഒഴിവാക്കിയപ്പോൾ അത് ലീഗിനെ വിമർശിക്കാനുള്ള അവസരമായി എടുക്കുകയാണ് CPM ചെയ്തത്. ആ സമയത്ത് ഇസ്ലാമോഫോബിയയുടെ സങ്കീർണതകളൊന്നും അവർ പരിഗണിച്ചതേയില്ല. തൊപ്പിയൂരിയ ലീഗ് ഇന്ന് കൊടിമടക്കുന്നു എന്ന പേരിൽ ഒരു പരിഹാസക്കുറിപ്പും ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചിരുന്നു. പതാക പ്രശ്നം വടകര മണ്ഡലത്തിൽ പുതുമയുള്ള വിഷയമല്ല. 2019 ആഗസ്റ്റിൽ കോഴിക്കോട് പേരാമ്പ്ര സിൽവർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ MSF പ്രവർത്തകർ പാകിസ്ഥാൻ പതാക വീശിയെന്നാരോപിച്ച് 7 പേരെ കോളേജിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഹിന്ദുത്വർ ആരോപണമുയർത്തിയ സാഹചര്യത്തിലായിരുന്നു കോളേജ് അധികൃതരുടെ നടപടി. തൊട്ടു പിന്നാലെ 30 പേർക്കെതിരെ പേരാമ്പ്ര പോലീസ് കേസെടുത്തു. യഥാർത്ഥത്തിൽ MSF അവരുടെ തന്നെ കൂറ്റൻ സംഘടനാ പതാകയാണ് വീശിയത്. പാകിസ്ഥാൻ പതാകയും MSF പതാകയും തമ്മിൽ നിറം കൊണ്ടും ഘടന കൊണ്ടും ചില സമാനതകളുണ്ട്. പതാകകൾ തമ്മിലുള്ള സാമ്യം മുതലെടുത്ത് MSF പ്രവർത്തകർ പാക് പതാക വീശിയെന്ന് ആരോപിക്കുകയായിരുന്നു. ഈ സംഭവം നടക്കുമ്പോഴും പിണറായി വിജയനായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി. ലീഗിനെയും ഇതര മുസ്ലിം സംഘടനകളെയും വ്യക്തികളെയും പാകിസ്ഥാനോട് കൂറു പുലർത്തുന്നവരായി ചിത്രീകരിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നത് ഇസ്ലാമോഫോബിയയുടെ മാതൃകയാണ്. ഇവിടെ പച്ച പതാകയുടെ ദൃശ്യതയെ കോൺഗ്രസ് മറയ്ക്കുന്നതും പതാകയുടെ പേരിൽ ഇടത് സർക്കാർ കേസെടുക്കുന്നതുമെല്ലാം ഇസ്ലാമോഫോബിയയുടെ സങ്കീർണ രൂപങ്ങൾ തന്നെയാണ്.